കാണുന്നുണ്ട്, കണ്ടിട്ടുള്ളൂ. ഇതിനുശേഷം സിനിമ നമുക്ക് തീരുന്നു. പിന്നെ സെൻസറിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നെഹ്ഫലിന് വല്ലാതെ ഒരു മനപ്രയാസം ഉണ്ടായതെന്നാണ് എനിക്ക് പേഴ്സണൽ അറിയാം. വല്ലാത്തൊരു മനപ്രയാസത്തിലേക്ക് പോകും. ട്രിവാൻഡ്രത്ത് സെൻസർ കിട്ടാതെ വരുന്നു, പിന്നീട് ബോംബെയിൽ കിടന്നു, കുറേ ദിവസങ്ങൾ ബോംബെയിൽ ഡിജോയായിട്ട് കഴിയുന്നു. ആ സമയത്തൊക്കെ മനസ്സിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി കാണും, തീർച്ചയായിട്ടും ഉണ്ടായി കാണും. അത് നമ്മളൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. ഇതിന് മുമ്പ് സെൻസർക്ക് അത്രയും വെച്ചിട്ടുണ്ട്, പല സ്ഥലത്തൊക്കെ അത്രയും വെച്ച ചരിത്രം വരുന്നുണ്ട്. അത്തരം ഒരു അനുഭവം എങ്ങനെയാണ് തോന്നുന്നു? ടൂയൊക്കെ ആയിട്ട് ഫോൺ വിളിക്കുമ്പോഴും സ്ക്രിപ്റ്ററായിട്ട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്തായിരുന്നു ഒരു അനുഭവം ഫീൽ ചെയ്യും? ഞാൻ ഏത് സാഹചര്യവും എൻജോയ് ചെയ്യുന്നതാണ്. സീരിയസ്ലി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ആ സെൻസറിൻ്റെ കാര്യം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എനിക്ക് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഒന്നും ഈ ഒരു സെൻസർ പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. ആ പരാതികളില്ല, എല്ലാ സാഹചര്യവും എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ തോന്നാണ്ടിരിക്കാൻ ഞാൻ ആ സാഹചര്യം എൻജോയ് ചെയ്തു. ആ പ്രോസസ്സിനെ അറിയാൻ പറ്റി. എനിക്കിതൊരു ഭയങ്കര പുതിയ പ്രോസസ്സായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തന്നെയാണ് ഇവരൊക്കെ ചിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഏത് സാഹചര്യവും നമ്മൾ നേരിടാം. അത് നേരിട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. പ്രൊഡക്റ്റ് നമ്മൾ ഇഷ്ടത്തോടുകൂടി ഷൂട്ട് ചെയ്തിരിക്കുന്നു, എഡിറ്റ് ചെയ്തിരിക്കുന്നു. ടോവിയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചു. ആ സാധനങ്ങളൊക്കെ വരും. പല ആർട്ടിസ്റ്റുകളെയും പല ഭാഗങ്ങളാണ് ഇവർ പല സെൻസർ ബോർഡ് പറയുന്നത്. അത് നമ്മൾ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയുണ്ട്. അല്ല, ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ പ്രോസസ്സിലൂടെയൊക്കെ പോയെങ്കിൽ പോലും ഒരുപാട് കട്ടുകളൊന്നും നമുക്ക് വന്നിട്ടില്ല. ചെറിയ വളരെ മൈന്യൂട്ട് ഡിഫറൻസുകളെ വന്നിട്ടുള്ളൂ. അതല്ലാണ്ട് സെൻസർ ബോർഡ് കാര്യമായി കത്തി വെച്ചു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ചെയ്തിട്ടുമില്ല. അവരും സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ, അല്ലേ? അല്ല, ബേസിക്കലി അങ്ങനെ നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന എനിക്കാണ് ഏറ്റവും കൂടുതൽ. സിനിമയുടെ ക്രിയേറ്റീവ് സ്ഥാനത്തിനാണ് വരിക. അപ്പം എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആവുകയാണെങ്കിൽ പോലും നൗഫലിനെ സംബന്ധിച്ചോളം നമ്മൾ പ്രോമിസ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ മാറിപ്പോകുന്നതിനാണ് നൗഫലിന് ഏറ്റവും. നൗഫൽ മാത്രമല്ല, അതും ഞങ്ങളുടെ എല്ലാവരുടെയും. അതുകൊണ്ടാണ് ബേസിക്കലി ഇതിപ്പോൾ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം. കാര്യം 9 എന്ന് പറഞ്ഞു, പിന്നെ നമ്മളത് മാറ്റി ഇലക്ഷൻ ആയതുകൊണ്ട് 10 വെച്ചു. പക്ഷെ നമുക്ക് സെൻസറിന്റെ ഇതും ഇഷ്യൂ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നുകൊണ്ട് അത് 15 മാറ്റി. അപ്പോൾ ഡേറ്റ് ഫൈനലി നമ്മൾ പ്രോമിസ് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്ത് നമ്മൾ വിഷുവിന് എത്തിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോഴേ വിഷു ആണ് നമ്മുടെ വിഷുവിനെ റിലീസ് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ സിനിമ ഞാനും ടോബിയും പാർട്ട്ണർ ചെയ്ത അത് മരണമാസം വിഷുവിനാണ് റിലീസ് ചെയ്തത്. അന്നേ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത വിഷുവിനെ പള്ളിച്ചട്ടമ്പി എത്തിക്കണമെന്ന്. അതെങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് ആ വിഷുവിനെ തന്നെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിനെയും പോസിറ്റീവായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ ഷൂട്ടിംഗ് സമയത്ത് ജോബി ഒരു ദിവസം പോലും മുടക്കം വേണ്ട. ജോബി പറയാറുണ്ട്, ഒരു ദിവസം പോലും വേണ്ട, എത്ര രാത്രിയായാലും ഓക്കെയാണ്, രാവിലെ വിളിക്കുമ്പോൾ തന്നെ വരും. ഒരു ദിവസം ജോബി പറഞ്ഞു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എനിക്കൊന്ന് പനിയടിച്ചപ്പം, കുറച്ചൊക്കെ പറഞ്ഞു, പനിയടിച്ചപ്പം അങ്ങോട്ട് ആവശ്യപ്പെട്ടു എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൊള്ളാം. ആ സിറ്റുവേഷൻ എങ്ങനെയാണ്? എല്ലാ ദിവസവും നമ്മൾ രാത്രിയാണ് ഷൂട്ട്, പൂർണ്ണ രാത്രിയായിരുന്നു ഷൂട്ട്. മഴയും നനഞ്ഞുകൊണ്ടുള്ള ഷൂട്ടായി, പനി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്കെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ബ്രേക്കുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ബ്രേക്കുകൾ എടുക്കാനായിട്ട് അത് ഭയങ്കര കൺവീനിയൻസ് ആണ്. അങ്ങനെ ബ്രേക്ക് എടുത്ത് വിശ്രമിച്ച് ബാക്കി ഷൂട്ട് ചെയ്യാൻ. പക്ഷെ അത്രയും കൺവീനിയൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ മാത്രം അങ്ങനത്തെ ബഡ്ജറ്റ് അല്ല നമ്മളുടെ മലയാള സിനിമയുടെ ഒരു സ്ട്രോങ് പോയിന്റ്. നമ്മളെപ്പോഴും കുറച്ച് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമ എല്ലാ സിനിമകളും അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റ് ഇൻഡസ്ട്രികളിലുള്ള പോലെ മാസത്തിൽ 20 ദിവസം ഷൂട്ട്, പിന്നെ 10 ദിവസം റെസ്റ്റ് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. നമ്മളുടെ മലയാളി ഡയസ്പോറയാണ് കൂടുതലായിട്ടും മലയാള സിനിമകൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വരാവുന്ന ഒരു വരവിനനുസരിച്ച് നമുക്ക് ഒരു ചെലവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു എത്ര മുടക്കിയാലും അതിൻ്റെ ഇരട്ടി സിനിമയിൽ കാണണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ടും പിന്നെ ആ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങി മഴ കാരണം കൊണ്ടൊക്കെ ആയിട്ട് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ നമുക്ക് രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ പാക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മുന്നോട്ടുള്ള സിനിമകൾ നമ്മൾ ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റുകളിൽ നിന്ന് മാറും. അപ്പോൾ ഒരു സിനിമ എല്ലാം മാറും, തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സിനിമകളുടെയും ഡേറ്റുകൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാറും. അപ്പോൾ ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ
അതിനേക്കാൾ നമുക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യാം. ഒരു 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 സ്കെഡ്യൂളിൽ അങ്ങോട്ട് സിനിമ തീർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. പ്രൊഡ്യൂസർക്കും ലാഭകരമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം. അങ്ങനെയാണ് അന്നെന്ന് വെച്ചാൽ ആ മഴയത്ത് ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്ര ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്താൽ അല്ല മഴയത്ത് നമ്മൾ ആ ഫൈറ്റ് സീക്വൻസ് മഴയത്തുള്ളത് ഒരു 6 ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും മഴ നനഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനകത്ത് ഞാനും ഇതിലുള്ള ഈ സിനിമ അഭിനയിക്കുന്ന എല്ലാവരും പ്രശ്നങ്ങളൊക്കെ കുടയുണ്ടായിരുന്നു, എല്ലാ നാലുകളും തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഭാഗ്യം ചെയ്തവർക്ക് കുടയുണ്ടോ, ബാക്കിയുള്ളവരൊക്കെ ഈ മഴയത്തൊക്കെ നിന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബിജുവും പറഞ്ഞു എല്ലാവരും കുറച്ച് ടയർഡാണ് ബിജു, അങ്ങനെ ഒരു ലക്ഷറി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് അവിടെ ഏറ്റവും കൂടുതൽ തലവത്തി പറഞ്ഞ ഞാൻ ഷൂട്ടിന് വരാമെന്ന് പറഞ്ഞ പിന്നെ വേറെ ആർക്കും വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരാഴ്ച ബ്രേക്ക് എടുക്കുമ്പോൾ ഈ ഇവരൊക്കെ പോകുന്നതിന്റെയും വരുന്നതിന്റെയും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നവരുടെ താമസത്തിന്റെയും തുടങ്ങിയിട്ടുള്ള എല്ലാ ചെലവുകളും പ്രൊഡ്യൂസറുടെ പോക്കറ്റിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വേണ്ടത് നോക്ക് നാളെ തൊട്ട് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാം, അപ്പോൾ എല്ലാം കൊണ്ടും അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ തവിട് കൂടി. പണ്ടത്തെ ഒരു ചുമയും പനിയൊക്കെ വരുന്നതിനേക്കാൾ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന പനിയും ചുമയും, ഞാനങ്ങനെ നല്ല ജലദോഷവും പനിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കത് അന്നൊന്നും ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം, അത്രയും നേരം തലനീരിറങ്ങിയതിൻ്റെ ആയിരിക്കാം, എൻ്റെ കഴുത്തുളുക്കി ബാക്ക് നടുവേദന, ഭയങ്കരമായിട്ടുള്ള ചുമ, ആന്റിബയോട്ടിക് കഴിക്കുന്ന ഒരു കോഴ്സ്, അങ്ങനെയൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ആ കോൺഫിഡൻസിൽ പറഞ്ഞാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഇന്നലെ എന്താ പറ്റിയത്, എന്നെ നോക്കിയിടിച്ചോ, എന്താ എനിക്ക് ഇരിക്കാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്ന അത്രയും ടയർഡായിട്ട് അപ്പോഴാണ് ടീച്ചറെ വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞ് ഞാൻ തിരിച്ചിരിക്കുന്നു, നിങ്ങളൊരു ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തു. ഞാനൊരു 2 ദിവസം 3 ദിവസം റെസ്പെക്ട് 3-4 ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരുന്നു. അതന്നെ എപ്പോഴും സംഭവിക്കാറുള്ളത്, എപ്പോഴും സംഭവിക്കണം. അത് സാധാരണ പനിയായിരുന്നു. കൊറോണയുടെ രീതിയിൽ പറഞ്ഞ് എന്റെ അഹങ്കാരത്തിന് എനിക്ക് നല്ല ശിക്ഷയായി. അഹങ്കാരമല്ല, അത് സതുദ്ദേശത്തോടുള്ള ഒരു ഇതായിരുന്നു. എന്തോന്നാലും പനി ഉണ്ടെങ്കിലും ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നമ്മൾ നോക്കണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻസിൽ അത് പറഞ്ഞു. പക്ഷെ ഇതില് കുറച്ച് നമ്മൾ തകർന്നു പോയി.